ക്രൗഡ് സ്ട്രൈക്കിലെ സാങ്കേതിക തകരാർ യുഎഇയിലെ ചില മേഖലകളെയും ബാധിച്ചു. പല സേവനങ്ങളും തടസ്സപ്പെടുത്തി. വിമാന സർവീസുകളെയും ബാധിച്ചു. പല കടകളും പണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന ബോർഡ് ഉൾപ്പെടെ സ്ഥാപിച്ചാണ് ഇന്ന് തുറന്നത്. ലോകമെമ്പാടും സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നയുടൻ യുഎഇ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. സാങ്കേതിക തകരാർ യുഎഇയിലെ ചില സേവനങ്ങളെ ബാധിച്ചതായും എന്നാൽ സേവനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കാനായതായും അധികൃതർ അറിയിച്ചു. 3 മണിക്കൂറോളമാണ് യുഎഇ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത്. ഇത് പിന്നീട് ഉച്ചയോടെ പുനഃസ്ഥാപിച്ചു. മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ സേവനങ്ങളെ വരെ സാങ്കേതിക തകരാർ ബാധിച്ചിരുന്നു. സോഫ്റ്റ്വെയർ തകരാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സർവീസുകളെയും രാവിലെ ബാധിച്ചു. ടെർമിനൽ 1-ലും 2-ലും ചില എയർലൈനുകളുടെ ചെക്ക് ഇൻ നടപടികൾ അല്പനേരം തടസ്സപ്പെട്ടുവെങ്കിലും പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ ആയതായി അധികൃതർ വ്യക്തമാക്കി. ചില സർവീസുകൾ വൈകാനിടയുണ്ടെന്ന് എത്തിഹാദ് എയർവേസും എമിറേറ്റ്സും അറിയിച്ചിരുന്നു. രാജ്യത്തെ പെട്രോൾ സ്റ്റേഷനുകളും ചില സൂപ്പർമാർക്കറ്റുകളും ഇന്ന് പണം മാത്രമേ സ്വീകരിക്കൂ എന്ന് ബോർഡ് സ്ഥാപിച്ചായിരുന്നു പ്രവർത്തിച്ചത്. 24 ദുബായ്.